കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഇന്നുവരെ ആകെ സംഭവിച്ചത് 15-ലധികം തകർച്ചകളോ അപകടങ്ങളോ ആണ്. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയും കരാറുകാരുടെ വീഴ്ചകളും അപകട കാരണങ്ങളായി പലപ്പോഴായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഭവിച്ച പ്രധാന അപകടങ്ങൾ ഏതൊക്കെയാണ് എന്നത് പരിശോധിക്കാം. റിപ്പോർട്ട് കാണാം. 2025 മാർച്ച് 3 ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ് തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. 4 ഗർഡറുകളാണ് തകർന്നു വീണത്. കളക്ടറും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശേഷം മെയ് 19 മലപ്പുറം കൂരിയാടിൽ 50 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ 6 വരിപ്പാത തകർന്നു വീണു. സർവീസ് റോഡ് അടുത്തുള്ള വയലിലേക്ക് തള്ളിപ്പോകുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് സംഭവിച്ചത്. അപകടത്തിൽ അന്ന് 5 പേർക്ക് പരിക്കേൽക്കുകയും 3 കാറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിനിടെ കേരളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ വലിയ അപകടമായിരുന്നു അത്. അപകടത്തെ തുടർന്ന് കരാറുകാരെ ഡീബാർ ചെയ്തു. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും കേന്ദ്ര സർക്കാർ 3-അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 9 തൃശൂർ കോതപ്പറമ്പിൽ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കേരളത്തെ നടുക്കിയ അപകടം നടക്കുന്നത് നവംബർ മാസമാണ്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാതയിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡർ താഴേക്ക് വീണു. അതിലെ കടന്നുപോയ പിക്കപ്പ് വാനിലേക്കാണ് ഗർഡർ വീണത്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ രാജേഷിന് ഗർഡറിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. വലിയ വിമർശനമാണ് അപകടത്തെ തുടർന്ന് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ കൊല്ലം കൊട്ടിയത്തും റോഡ് തകർന്നു വീണിരിക്കുന്നു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയുടെ സുരക്ഷാ ഭിത്തി ഇടിയുകയായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. തലനാരിഴക്കാണ് വലിയ അപകടം ഒഴിവായത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.